ബാക്കി നടപടികളെല്ലാം നാളേക്കാണ്. എസ് പി സാർ വന്ന് ബ്രീഫ് ചെയ്യും. നാളെ മീഡിയ ബ്രീഫിംഗ് എസ് പി സാർ ചെയ്യും. ഇന്ന് നൈറ്റ് ഇൻട്രോഗേഷൻ നടത്തും. അയാളെ റിമാൻഡ് ചെയ്തിട്ട് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയിട്ട് തെളിവെടുപ്പിന് കൊണ്ടുവരും. ഇതൊരു 20 മിനിറ്റ് മുമ്പ് ഞാൻ എപ്പോഴാണ് ഒരു പ്രൈവറ്റ് വാഹനത്തിന് കൈ കാണിച്ചു. ആ സമയത്താണ് ഇയാളെ പിടിച്ചത്. അവിടെ ജീപ്പിൽ കൊണ്ടുപോകേണ്ട, നമുക്കൊരു പ്രൈവറ്റ് വാഹനമാണെന്ന് പിടിച്ച ഓഫീസേഴ്സ് പറഞ്ഞുകൊണ്ട് ഒരു പ്രൈവറ്റ് വാഹനം എടുക്കാതെ മീഡിയയുടെ വാഹനത്തിനാണ് കൈ കാണിച്ചത്. പിന്നെ ഞങ്ങളത് അബദ്ധം മനസ്സിലാക്കി ഞങ്ങൾ വേറെ പ്രൈവറ്റ് വാഹനം എടുത്തൊരു പോലീസുകാരൻ്റെ കാർ എടുത്ത് ഞങ്ങൾ പോയി പിടിച്ചുകൊണ്ട് വന്നു. അവിടെ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ട്രാപ്പിൽ 2 ദിവസമായിട്ട് അവിടെ ആൾക്കാർ കാവലുണ്ടായിരുന്നു. CD പാർട്ടി അവർ പിടിച്ചത് നമ്മുടെ സ്ട്രൈക്കിംഗ് ഫോഴ്സ്. വീടിന്റെ താഴത്തെ പാടത്ത് അയാൾ ഭക്ഷണം കഴിക്കാൻ വന്നാണ്. അതെ, അയാളുടെ ചേട്ടനെന്ന് അല്ല, ഇയാളുടെ വീട്ടിലേക്ക്. ചേട്ടൻ ഇവിടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഇന്ന് അനിയൻ വരും സാർ ഭക്ഷണം കഴിക്കാൻ, 2 ദിവസത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അയാൾ വരാൻ വിളിച്ച് ട്രാപ്പ് വെച്ചിരിക്കുകയായിരുന്നു. അയാൾ വന്ന് പെട്ടു. മെഡിക്കൽ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ പുറത്ത് ടീമുകൾ തിരയാൻ പോയവരെല്ലാം തിരിച്ചു വിളിച്ചിട്ടുണ്ട്. മാട്ടായി ഭാഗത്തുനിന്നല്ല, അത് അയാളാണ്, അതവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നെന്ന് ഇനി ചോദിക്കണം ഞങ്ങൾ. ഇപ്പോൾ നാളെ മീഡിയ ബ്രീഫിംഗ് ഒക്കെ SP സാർ ചെയ്യും കേട്ടോ. ഇല്ല, ചോദിക്കാൻ എവിടെ സമ്മതിക്കുന്നു. ഇന്നിപ്പോൾ ഒരു ഈ പൊതുമുതൽ നശിപ്പിച്ചവനൊരു കേസെടുക്കും. അതിൽ കുറേ എണ്ണത്തിന് ജയിലായിരിക്കും. കേരളം ചർച്ച ചെയ്തോ ഇല്ലയോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് പോലീസിൽ. ഒരാളുടെ പണിയും കളഞ്ഞില്ല. മാഡം നിങ്ങൾ ചെല്ലി, നിങ്ങളൊക്കെയാണ് ഇതിന് പ്രധാന കാരണക്കാർ. ഇത് ഞാൻ നിങ്ങൾ ആരെയും വിളിച്ച് പറഞ്ഞത് നിങ്ങൾ ആരെയും അറിയാം. ഞങ്ങൾ പ്രതിയോട് സംസാരിച്ചിട്ടേ ഇല്ല. ഭക്ഷണം കഴിച്ചോ ചോദിച്ചു, കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇത്ര ദിവസം എവിടെയാണെന്ന് ചോദിച്ചു, മലയിലായിരുന്നു പറഞ്ഞു. പിന്നെ ചോദിക്കാൻ പോകുന്നുള്ളൂ. അയാൾക്ക് ഭക്ഷണം വാങ്ങിച്ചിട്ട് സ്ഥിതി അത്ര വഷളൊന്നുമില്ല. ആകെ 25 പേര് വെച്ച് ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യണം, ഞങ്ങളത് മാനേജ് ചെയ്തോളൂ. ശരി.